ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സിൻസിസ് ഗാർഡൻ. കണ്ടോ, നല്ല അടിപൊളി ഒരു സക്കലൻ അറേഞ്ച്മെൻറ്റ്. അടിപൊളിയല്ലേ? കണ്ടാൽ നിങ്ങൾക്ക് ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടും. ആർക്കാണെങ്കിലും ഇതെടുത്ത് നമ്മുടെ കോഫി ടേബിളിൻ്റെ ഒക്കെ ഒരു സെൻറ്റർ പീസായിട്ട് വെക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു സക്കലൻ അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 6 സക്കലൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, മോസ് ഉണ്ട്, പിന്നെ സ്റ്റോൺസ് ഉണ്ട്. ഇത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പ്ലീസ് വാച്ച് മൈ ഫുൾ വീഡിയോ അബൌട്ട് ദിസ്. ഇതിൻ്റെ എങ്ങനെയാണ് ഇത് ഞാൻ കെയർ ചെയ്യുന്നത് ഞാൻ പറയാം. ഇത് മോസാണ് ഇവിടെ സൈഡിൽ വെച്ചിരിക്കുന്നത്. അപ്പം ആ മോസിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പം നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ മോസിന് അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ജസ്റ്റ് സ്പ്രേ ദ വാട്ടർ, ജസ്റ്റ് സ്പ്രേ ഇറ്റ് എവറി നൗ ആൻഡ് ദെൻ. ദിസ് മോസ് നീഡ്സ് മോർ വാട്ടർ. ബട്ട് സക്കലൻസിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സോസിൻ്റെ ഇതോ അല്ലെങ്കിൽ ഒരു സിറിഞ്ചോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് സക്കലൻസിന് അതിൻ്റെ സക്കലൻസിന് സ്പ്രേ ചെയ്ത് ഒഴിക്കാം. പക്ഷേ ചിലപ്പം സക്കലൻസിന് ഒഴിക്കുമ്പോൾ അതിൻ്റെ ലീഫിൽ വെള്ളം വീണ് കഴിയുമ്പോൾ അതിന് സ്പ്രേ ഇതുണ്ടാവും, ഈ വാട്ടറിൻ്റെ മാർക്ക് വരും. അതുകൊണ്ട് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യും. അതിൻ്റെ ലീഫിലൊക്കെ വെള്ളം ഒഴിക്കാതിരിക്കാൻ ശ്രമിക്കും. അതിൻ്റെ ചുവട്ടിലേക്ക് ഒരു ചെറിയ സ്വല്പം വെള്ളം, ഇതിപ്പം ഹോളില്ലാത്ത പാത്രമായതുകൊണ്ട് ഒരു 1 in 2 weeks ഒക്കെ ആകുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. 2 ആഴ്ചയിലൊരിക്കൽ ഇത് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് നല്ല ഡെലിക്കേറ്റ് ആയിട്ടുള്ള ലീഫാണ്. അതപ്പം നമുക്ക് വെച്ച് കഴിഞ്ഞിട്ട് അധികം ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകും. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം, 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിലൊന്നോ ഇത് ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഈ മോസിന് മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി. അപ്പം പ്ലീസ് കണ്ടിന്യൂ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. കുറച്ച് കല്ലിട്ട് കൊടുക്കുന്നുണ്ട്, കരിക്കട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ പോട്ടിംഗ് സോയിൽ ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് ഞാനത് നിറയ്ക്കുന്നത്. ആ സാൻഡ് കൂടി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കാക്ടൈ ആൻഡ് സക്കലിൻ്റെ മിക്സ് എന്ന് പറയുന്നത് അതും നമ്മുടെ ഗാർഡൻ സെൻറ്ററിൽ വാങ്ങിക്കാൻ കിട്ടും. അതും കൂടെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ പോട്ടിന് അടിയിൽ തുളയില്ലാത്ത പോട്ടാണ്. അപ്പം അതനുസരിച്ച് വേണം നമ്മളിത് നിറയ്ക്കാൻ വേണ്ടി. ഇതെങ്ങനെയാണ് നിറയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സാധാരണ കുറച്ച് കല്ല് അടിയിലിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഈ പോട്ടിംഗ് സോയിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണാം. അപ്പം പോട്ടിംഗ് സോയിലിന് ഞാൻ സാധാരണ പോട്ടിംഗ് മിക്സ് ഗാർഡൻ സെൻറ്ററിൽ നിന്ന് മേടിക്കുന്ന പോട്ടിംഗ് മിക്സ്, അതിൻ്റെ അകത്തേക്ക് നമ്മുടെ പുമ്മിങ് സ്റ്റോൺസ് എന്ന് പറയുന്ന അതും നമുക്ക് മേടിക്കാൻ കിട്ടും. അതും കൂടെ മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് സാൻഡ്, നമ്മുടെ സാധാരണ സാൻഡ് ഉണ്ടല്ലോ, നമ്മളിപ്പം ബീച്ചിൽ നിന്നൊക്കെ ഇച്ചിരി സാൻഡൊക്കെ എടുക്കുവാണെങ്കിൽ അത് നമ്മൾ കഴുകി ഉപ്പൊന്നുമില്ലാത്ത സാൻഡ് വേണം. ഇതിപ്പോൾ ഞാനിവിടെ മേങ്ങിച്ചിരിക്കുന്ന സാൻഡാണ്. അതിനകത്ത് ഉപ്പൊന്നുമില്ലാത്ത സാൻഡ് വേണം ഉപയോഗിക്കാൻ. അങ്ങനെ ഇത് നമുക്ക് ലെവലോളം നിറയ്ക്കാം. ഈ ഹോളിൻ്റെ ലെവൽ വരെ നമുക്കിത് നിറയ്ക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കരിക്കട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് ഈ ബോളിന് തുളയില്ലാത്തത് കൊണ്ട് ഇപ്പം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ എക്സ്ട്രാ ഒഴിച്ച് കൊടുത്താൽ ഈ കരിക്കട്ട അത് ഒഴിച്ച് കൊടുക്കും. പിന്നെ അടിയിലേക്ക് കല്ലാണല്ലോ കിടക്കുന്നത്. അപ്പം ഈ സക്കലൻസിൻ്റെ ഒന്നും വേര് നമ്മുടെ ഈ വെള്ളത്തിൽ കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. സക്കലൻസിന് വളരെ കുറച്ച് വെള്ളം ആവശ്യമായിട്ടുള്ള ഒരു ചെടിയാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളിത് നിറയ്ക്കാൻ വേണ്ടി. ഇനി കല്ലും കരിക്കട്ടയും കഴിഞ്ഞിട്ട് നമുക്ക് സോയിലിട്ട് നിറയ്ക്കാം. സോയിലിട്ട് നിറച്ച് ഒരു മോള് വരെ നമുക്ക് നിറയ്ക്കാം. നമുക്ക് ഇത് കണ്ടോ, ഇതുപോലെ ഇത്രയും ഇതിലേക്ക് നമ്മൾ നിറച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ചെടികൾ സെറ്റ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 സക്കലൻസാണ് എടുത്തിരിക്കുന്നത്.
ഇതിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് മോസാണ്. നമ്മുടെ പാറയിലും മണ്ണിലും ഒക്കെ കാണുന്ന മോസ് ഉണ്ടല്ലോ, നമ്മുടെ സാധാരണ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ വളർത്തിയെടുക്കാം. നമ്മളതിന് വേണ്ടി നമ്മുടെ ഈ ബാർക്കും അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ വീട്ടിൽ, ഞാനത് സാധാരണ നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്തിരിക്കുന്ന മോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ഇച്ചിരി വെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നെങ്കിൽ അത് നമുക്ക് എത്ര സമയം വേണമെങ്കിലും നമ്മുടെ ഈ പൊട്ടി മിക്സിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ നല്ല പച്ചപ്പായിട്ട് നല്ല രസമായിട്ടിരിക്കും. അതിനു വേണ്ടിയാണ് ഞാനത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാമെന്ന്, ഞാൻ അങ്ങനെ പറമ്പിൽ നിന്ന് എടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്.